നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ടുകൾ. സംസ്ഥാനത്ത് ഇൻവെസ്റ്റ് കേരള നിക്ഷേപക സംഗമത്തിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ. 5000 കോടി രൂപയുടെ നിക്ഷേപം നടത്തുമെന്ന് ലുലു ഗ്രൂപ്പ്. 10000 പേർക്ക് ജോലി നൽകും. ലോജിസ്റ്റിക് മേഖലയിൽ 5000 കോടി രൂപയുടെ നിക്ഷേപത്തിന് ഷറഫ് ഗ്രൂപ്പ്. നിക്ഷേപ സൗഹൃദ ഐക്യ കേരളമായി നാടുമാറിയെന്ന് വ്യവസായ മന്ത്രി പി രാജീവ്. കേരളത്തിലെ നിക്ഷേപങ്ങൾക്ക് ഹിഡൻ കോസ്റ്റ് ഇല്ലെന്നും മന്ത്രി. കേരളത്തിലേക്ക് 1.5 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനവുമായി ഇൻവെസ്റ്റ് കേരള നിക്ഷേപക സംഗമം. റമദാൻ മാസത്തിൽ ഫാദേഴ്സ് എൻഡോമെന്റ് എന്ന പേരിൽ ജീവകാരുണ്യ പദ്ധതി പ്രഖ്യാപിച്ചു UAE. പദ്ധതി രാജ്യത്തെ എല്ലാ പിതാക്കന്മാർക്കുമായി സമർപ്പിക്കുന്നുവെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം. പദ്ധതിയിലൂടെ 100 കോടി ദിർഹം സമാഹരിക്കാൻ ലക്ഷ്യം. അനധികൃത മസാജ് പാർലറുടെ പരസ്യങ്ങൾ അച്ചടിച്ച 4 പ്രിന്റിംഗ് പ്രസ്സുകൾ അടച്ചുപൂട്ടി ദുബായ് പോലീസ്. ജീവനക്കാർ കസ്റ്റഡിയിൽ. നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തടയിടാനായി പ്രത്യേക സംഘത്തെ സജ്ജം. കുവൈറ്റിൽ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഇടിച്ചു തെറിപ്പിച്ച പ്രവാസി ഡ്രൈവർ പിടിയിൽ. ഇടിച്ചു തെറിപ്പിച്ചത് പെട്രോളിംഗിനിടെ വാഹനം നിർത്താൻ നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥരെ. വാഹനം പരിശോധിച്ചപ്പോൾ മദ്യക്കുപ്പികളും കണ്ടെത്തി. ഫ്രാൻസിസ് മാർപ്പാപ്പ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ. ശ്വാസകോശ അണുബാധ സങ്കീർണമാകുമോ എന്ന ആശങ്ക. ഒരാഴ്ച കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്ന് ഡോക്ടർമാർ. ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ ദുബായിൽ. ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ തോറ്റാൽ നാളെ സെമി കാണാതെ പുറത്താകും. വാർത്തകൾ വിശദമായി നോക്കാം. ആഗോള നിക്ഷേപക സംഗമമായ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ കേരളത്തിന് നിക്ഷേപ പെരുമഴ. 374 നിക്ഷേപകരിൽ നിന്നുമായി 1,52,900 കോടി രൂപയുടെ നിക്ഷേപം. കേരളം പുതിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുകയാണെന്നും ഉച്ചകോടി കേരളത്തിന് വലിയ മുതൽക്കൂട്ടായി മാറിയെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മന്ത്രി പി രാജീവ് പറഞ്ഞു. രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാലും വ്യക്തമാക്കി. കേരളത്തിന്റെ വ്യവസായ മേഖലയ്ക്ക് മുതൽക്കൂട്ടാകുന്ന ആഗോള നിക്ഷേപ സംഗമമായ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിന് സമാപനം. ഉച്ചകോടിയുടെ സമാപന ദിനത്തിൽ വമ്പൻ കമ്പനികളുടെ നിക്ഷേപ വാഗ്ദാനങ്ങളാണ് കേരളത്തിന് ലഭിച്ചത്. IT, ആരോഗ്യരംഗം, ഗതാഗതം, ബോട്ട് നിർമ്മാണം തുടങ്ങിയ മേഖലകളിലാണ് നിക്ഷേപം. അദാനി ഗ്രൂപ്പ് 30,000 കോടി രൂപയാണ് നിക്ഷേപ തുകയായി വാഗ്ദാനം നൽകിയത്. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിലൂടെ വ്യവസായ മേഖലയുടെ മുഖച്ഛായ തന്നെ മാറുമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. നമ്മളൊരു 3 വർഷത്തെ പ്ലാനിംഗ് ഉണ്ട്. ഇത് 2025 മതി എന്ന് 2021 തീരുമാനിച്ചിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഒന്നിച്ച് നടത്തിയ ഒരു വർക്ക്, ഒരു അസറ്റ് ടീം. ഇപ്പോൾ മന്ത്രി ഉദ്യോഗസ്ഥർ എന്ന നിലയിലല്ല, ഞങ്ങളൊരു ടീം എന്ന നിലയിലാണ് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു വിസിബിലിറ്റി വന്നു ഈ യാത്രയിൽ. ആ വിസിബിലിറ്റിയുടെ പ്രധാന ഘട്ടമായി ഇപ്പോൾ പോയവർ, നിങ്ങൾ ഏത് സംരംഭകനോട് ചോദിച്ചോളൂ, അവർ ഇങ്ങോട്ട് വന്ന പോലെയല്ല പോയിട്ടുള്ളത്. അവർ കുറേ കൂടി ആത്മവിശ്വാസമാണ്. ഇത് കേട്ട കേരളമല്ല, അറിയുന്ന കേരളം. രാഷ്ട്രീയ ഭേദമന്യേ കേരളത്തിന്റെ വികസനത്തിനു വേണ്ടി എല്ലാവരും ഒന്നിച്ചു നിൽക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഭരണപക്ഷവും പ്രതിപക്ഷവും എന്ന നിലയിലൊന്നുമുള്ള വ്യത്യാസമില്ല. കേരളത്തിൻ്റെ വികസന കാര്യത്തിൽ എല്ലാവരും ഭാവിയിലും കൂടുതൽ ഉറച്ചു നിന്ന് മുന്നോട്ട് പോകും എന്നൊരു സന്ദേശം നൽകിയത് ഇൻവെസ്റ്റേഴ്സിന് നല്ല ആത്മവിശ്വാസം നൽകും. അതാണ് ഏറ്റവും അടിസ്ഥാന കാര്യം. നിക്ഷേപകരുടെയും വാഗ്ദാനം നൽകിയ തുകയുടെയും വിവരങ്ങൾ പരിശോധിക്കാൻ ഉന്നതതലത്തിൽ കമ്മിറ്റിയെ രൂപീകരിക്കും. ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ നിക്ഷേപം ഒഴിവാക്കി മുന്നോട്ടു പോകാനാണ് തീരുമാനം. 2 ദിവസമായി കൊച്ചിയിൽ നടന്ന ഉച്ചകോടിയിൽ വിദേശത്ത് നിന്നടക്കമുള്ള 3000-ഓളം പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. അമൃത ന്യൂസ്, കൊച്ചി. ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സമ്മിറ്റിൽ നിക്ഷേപ വാഗ്ദാനങ്ങളുമായി കമ്പനികൾ. 5000 കോടി രൂപ ലുലു ഗ്രൂപ്പ് നിക്ഷേപിക്കും. പ്രമുഖ ഷിപ്പിംഗ് കമ്പനിയായ ഷറഫ് ഗ്രൂപ്പ് 5000 കോടി രൂപയുടെ നിക്ഷേപവും പ്രഖ്യാപിച്ചു. ടാറ്റയുടെ ആഡ്സൺ എഞ്ചിനീയറിംഗ് മലബാർ സിമന്റുമായി ചേർന്ന് സംയുക്ത സംരംഭവും പ്രഖ്യാപിച്ചു. ലോകത്തിലെ ഏറ്റവും വലിയ ലോജിസ്റ്റിക്സ് കമ്പനികളിലൊന്നാണ് UAE ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഷറഫ് ഗ്രൂപ്പ്. 40-ലധികം രാജ്യങ്ങളിലായി 10,000-ലധികം പേർക്ക് തൊഴിൽ നൽകുന്ന നിരവധി മേഖലകളിൽ മുൻനിരയിലുള്ള സ്ഥാപനം കേരളത്തിൽ നിക്ഷേപ താൽപ്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വരുന്നത് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. കേരള ഗ്ലോബൽ സമ്മിറ്റ് വേദിയിൽ
ഷറഫ് ഗ്രൂപ്പ് വൈസ് ചെയർമാൻ ഷറഫുദ്ദീൻ ഷറഫാണ് 5000 കോടിയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചത്. Today we have decided to start a new investment in Kerala with 2 locations. We are planning to establish our ports, dry ports, with the support of the Kerala government with the investment of more than 500 crores. I hope 5,000 crores. So I hope this investment decision will bring in lot of work, business from other side of the world to Kerala. As you all know, investment brings investments, people come more, and that gives more energy to the sector. 100 ടണ്ണിൽ താഴെയുള്ള ബോട്ടുകളുടെ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാനാണ് ടാറ്റ എന്റർപ്രൈസിന് കീഴിലുള്ള ആർട്സ് ആൻഡ് എഞ്ചിനീയറിംഗ് ലക്ഷ്യമിടുന്നത്. Malabar Coast used to be one of the biggest shipbuilding regions in the world. As in India, around 300 years back, we were some of the best known shipbuilders in the world. And it's time to regain our glory. And as part of the Tata Group, we've been very keen on doing anything related to nation building. And a lot of thanks to GMCG, who are our design partners, who introduced me to Nishad. And Nishad has been a part of this infrastructure, and he got us together. And we have a huge, very nice infrastructure right next to the sea. So what you really need for shipbuilding is access to infrastructure which is close to the sea. കേരളം ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിക്ഷേപ കേന്ദ്രമായി മാറുന്നുവെന്ന് കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി പ്രസിഡന്റും ITC ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടറുമായ സഞ്ജീവ് പുരിയുടെ പ്രസ്താവനയും ഷറഫ് ഗ്രൂപ്പ് കേരളത്തിലെത്തുന്നത് വഴി കൂടുതൽ കമ്പനികൾ കേരളത്തിലേക്ക് വരുമെന്ന പ്രതീക്ഷയും സംസ്ഥാനത്തിൻ്റെ വ്യവസായ സ്വപ്നങ്ങൾക്ക് പുതിയ ആത്മവിശ്വാസം പകരുന്നുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. റമദാൻ മാസത്തിൽ ഫാദേഴ്സ് എൻഡോവ്മെന്റ് എന്ന പേരിൽ ജീവകാരുണ്യ പദ്ധതി പ്രഖ്യാപിച്ച് UAE. പൊതുജനപങ്കാളിത്തത്തോടെ ഏറ്റെടുത്ത് നടത്തുന്ന ജീവകാരുണ്യ പദ്ധതികൾ രാജ്യത്തെ എല്ലാ പിതാക്കന്മാർക്കുമായി സമർപ്പിക്കുന്നുവെന്ന് UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം അറിയിച്ചു. 100 കോടി ദിർഹം പദ്ധതിയിലൂടെ സമാഹരിക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഈ പണം ദുരിതം അനുഭവിക്കുന്നവരുടെ ആരോഗ്യ സേവന പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കും. കഴിഞ്ഞ വർഷം നടപ്പാക്കിയ മദേസ് എൻഡോവ്മെന്റിലൂടെ 140 കോടി ദിർഹമാണ് വിദ്യാഭ്യാസ സഹായ പ്രവർത്തനങ്ങൾക്കായി സമാഹരിച്ചത്. 2025 ഇയർ ഓഫ് കമ്മ്യൂണിറ്റി എന്ന പേരിലാണ് UAE ആചരിക്കുന്നത്. അനധികൃത മസാജ് പാർലറിന്റെ പരസ്യങ്ങൾ അച്ചടിച്ച 4 പ്രിന്റിംഗ് പ്രസ്സുകൾ ദുബായ് പോലീസ് അടച്ചുപൂട്ടി. ജീവനക്കാരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. സിനിമാ നടിമാരുടെ അടക്കം ചിത്രങ്ങൾ പ്രിന്റ് ചെയ്ത അനധികൃത മസാജ് സെന്ററുകളാണ് പൂട്ടിയത്. അനധികൃത മസാജ് പാർലറോടെ പരസ്യ കാർഡുകൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കുന്നവർക്കെതിരെയും നിയമ നടപടികൾ കൈക്കൊള്ളുമെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. ഇത്തരം സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അധികൃതരെ വിവരം അറിയിക്കുമെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇത് തടയാനായി 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന പ്രത്യേക സംഘത്തെയും സജ്ജമാക്കിയിട്ടുണ്ട്. കുവൈറ്റിൽ സുരക്ഷാ ഉദ്യോഗസ്ഥനെ ഇടിച്ചു തെറിപ്പിച്ച പ്രവാസി ഡ്രൈവർ പിടിയിലായി. പെട്രോളിങ്ങിനിടെ വാഹനം നിർത്താൻ നിർദ്ദേശിച്ച ഉദ്യോഗസ്ഥനെയാണ് ഡ്രൈവർ നിർദ്ദേശങ്ങൾ അവഗണിച്ച് ഇടിച്ചു തെറിപ്പിച്ച് കടന്നുകളയാൻ ശ്രമിച്ചത്. കൂടുതൽ പെട്രോളിംഗ് സംഘം എത്തിയതോടെ പ്രതി വാഹനം ഉപേക്ഷിച്ച് കാൽനടയായി രക്ഷപ്പെടുകയായിരുന്നു. വ്യാപകമായ തെരച്ചിലിന് ശേഷം അൽ അഹമ്മദി സപ്പോർട്ട് പെട്രോളിംഗ് പ്രതിയെ പ്രദേശത്തു നിന്ന് തന്നെ പിടികൂടി. വാഹനം പരിശോധിച്ചപ്പോൾ മദ്യക്കുപ്പികളും കണ്ടെത്തി. പ്രതിയെ അറസ്റ്റ് ചെയ്യുകയും ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. തുടർ നടപടികൾക്കായി ബന്ധപ്പെട്ട അതോറിറ്റിയിലേക്ക് റഫർ ചെയ്തു. പ്രതി ഏത് രാജ്യക്കാരനാണെന്ന് അധികൃതർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. റമദാനിൽ ഇമാമുമാർ, പ്രബോധകർ, മുഅസിൻമാർ എന്നിവർക്കുള്ള അവധി ചട്ടങ്ങൾ വിശദീകരിച്ച് സർക്കുലർ പുറത്തിറക്കി കുവൈറ്റ് എൻഡോവ്മെന്റ് മന്ത്രാലയം. പള്ളികളിൽ അവരുടെ സാന്നിധ്യം അനിവാര്യമായതിനാൽ വിശുദ്ധ മാസത്തിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ അവധികൾ സർക്കുലർ പ്രകാരം കർശനമായി നിരോധിച്ചിരിക്കുന്നു. റമദാൻ 1 മുതൽ 19 വരെ ഒരേ പള്ളിയിൽ നിന്നും ഒരു പകരക്കാരൻ ലഭ്യമാണെങ്കിൽ പരമാവധി 4 ദിവസത്തേക്ക് അവധി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ഈ കാലയളവിൽ അവർക്ക് അവധി ആവശ്യപ്പെടാൻ കഴിയില്ല. കൂടാതെ മാസത്തിന്റെ മതപരമായ പ്രാധാന്യവും ആരാധനാ പ്രവർത്തനങ്ങളുടെ എണ്ണവും കണക്കിലെടുത്ത് മന്ത്രാലയം റമദാൻ മാസത്തിലെ ആഴ്ചതോറുമുള്ള വിശ്രമ ദിനം റദ്ദാക്കിയെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു. സൗദി അറേബ്യ ഇന്ന് രാജ്യത്തിന്റെ സ്ഥാപക ദിനാഘോഷം കൊണ്ടാടി. 1727 ഫെബ്രുവരി 22-നാണ് ഇമാം മുഹമ്മദ് ബിൻ സയൂദ് ആദ്യത്തെ സൗദി രാഷ്ട്രം സ്ഥാപിതമായത്. എല്ലാ വർഷവും ഫെബ്രുവരി 22-നാണ് ഫൗണ്ടേഷൻ ഡേ. മഹത്തായ സൗദിയുടെ ചരിത്രത്തിന്റെ ആഴം ഉൾക്കൊള്ളുന്ന നിരവധി സാംസ്കാരിക കലാപരിപാടികളും രാജ്യത്ത് അരങ്ങേറി.
അന്നം നൽകുന്ന സൗദി അറേബ്യയ്ക്ക് ഐക്യദാർഢ്യം എന്ന സന്ദേശവുമായി സൗദി അറേബ്യയുടെ സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച ജിദ്ദ മാരത്തോൺ നവ്യാനുഭവമായി 100 കണക്കിന് വരുന്ന KMCC പ്രവർത്തകർ തൂവള്ള ജാക്കറ്റ് അണിഞ്ഞാണ് കൂട്ടഓട്ടത്തിൽ പങ്കെടുത്തത്. ജിദ്ദ KMCC പ്രസിഡന്റ് അബൂബക്കർ അരിമ്പ്ര പരിപാടി ഉദ്ഘാടനം ചെയ്തു. ജനറൽ സെക്രട്ടറി VP മുസ്തഫ അധ്യക്ഷത വഹിച്ചു. VP അബ്ദുറഹ്മാൻ, ഷൗക്കത്ത് ഞാറക്കോടൻ, ഇസഹാക്ക് പൂണ്ടോളി, സാബിൽ മമ്പാട്, അഷ്റഫ് താഴേക്കാട്, ലത്തീഫ് വെള്ളമുണ്ട, സിറാജ് കണ്ണവം എന്നിവർ നേതൃത്വം നൽകി. സൗദിയുടെ സ്ഥാപക ദിനമായ സൗദി ഫൗണ്ടേഷൻ ഡേ ജിദ്ദ അസീസിയ ഏരിയ MEC 7 ഉചിതമായി ആഘോഷിച്ചു. അംഗങ്ങൾ എല്ലാവരും യൂണിഫോമിന് മുകളിൽ സ്ഥാപക ദിന ബാഡ്ജ് ധരിച്ചാണ് വ്യായാമത്തിൽ പങ്കെടുത്തത്. വ്യായാമത്തിന് ശേഷം സദസ്യർക്ക് മുഹമ്മദ് അലി കുന്നുമൽ സ്വാഗതം പറഞ്ഞു. സലാഹ് കാരാടൻ യോഗം നിയന്ത്രിച്ചു. ഓരോ പ്രവാസിയും ഇവിടുത്തെ ഭരണകൂടത്തോട് നന്ദിയുള്ളവരായിരിക്കുമെന്നും നമ്മുടെ നാട്ടിലെ പട്ടിണി മാറ്റിയതിൽ മുഖ്യ പങ്ക് വഹിച്ചത് പ്രവാസികളാണെന്നും അത് GCC രാജ്യങ്ങളിലെ ഭരണകൂടങ്ങൾ നമുക്ക് ജോലി നൽകിയതുകൊണ്ടാണെന്നും സലാഹ് കാരാടൻ വ്യക്തമാക്കി. കുവൈറ്റിലെ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പ് ഈദ് സുദിനത്തിൽ മെഗാ ഈദ് ഫെസ്റ്റ് സംഘടിപ്പിക്കുന്നു. ലോക പ്രശസ്ത മെന്റലിസ്റ്റ് അനന്തു, പ്രശസ്ത ഗായിക കുടുംബം നിസാം തളിപ്പറമ്പ് ആൻഡ് ഫാമിലി, മലയാളികളുടെ എക്കാലത്തെ മാപ്പിളപ്പാട്ടിന്റെ ജനപ്രിയ ഗായകൻ നസീർ കൊല്ലം എന്നിവർ പങ്കെടുക്കുന്ന മെട്രോയ്ക്കൊപ്പം ഈദ് എന്ന മെഗാ ഈദ് ഫെസ്റ്റ് കൂടാതെ മറ്റ് കലാപരിപാടികളും അരങ്ങേറും. ഒന്നാം പെരുന്നാൾ സുദിനത്തിൽ അബ്ബാസിയയിലെ ഇന്ത്യൻ സെൻട്രൽ സ്കൂളിലാണ് മെഗാ ഷോ നടക്കുക. 3 മണി മുതൽ 4 വരെയാണ് പ്രവേശന സമയം. പരിപാടിയുടെ പ്രവേശനം സൗജന്യ പാസുകളിലൂടെയായിരിക്കും. ഹല ഫെബ്രുവരിയുടെ ഭാഗമായി ദേശീയ വിമോചന ദിനത്തോടനുബന്ധിച്ച് ഫെബ്രുവരി 25, 26 തീയതികളിൽ മെട്രോ മെഡിക്കൽ ഗ്രൂപ്പിന്റെ ഏത് ബ്രാഞ്ചിലും സന്ദർശിച്ച് കൺസൾട്ടേഷൻ എടുക്കുന്നവർക്ക് സൗജന്യ പാസുകൾ കരസ്ഥമാക്കാം. മുജതബ ക്രിയേഷന്റെ ബാനറിൽ കുവൈറ്റ് ദേശീയ വിമോചന ദിനാഘോഷങ്ങളുടെ ഭാഗമായി നിർമ്മിച്ച യാഹല കുവൈറ്റ് ആൽബം പുറത്തിറക്കി. കുവൈറ്റ് മിഷ്രീഫ് എക്സിബിഷനിൽ ഫെയർ ഗ്രൗണ്ടിൽ നടന്ന ചടങ്ങിൽ മെട്രോ മെഡിക്കൽ ചെയർമാൻ മുസ്തഫ ഹംസ ആൽബം പ്രകാശനം ചെയ്തു. കുവൈറ്റിലെ സംസ്കാരവും സൗഹാർദ്ദവും ഉയർത്തിപ്പിടിച്ചൊരുക്കിയ സംഗീത ആൽബം യാഹല കുവൈറ്റ് ഹബീബുള്ള മുറ്റിച്ചൂരാണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ഗഫൂർ കോലത്തൂർ രചിച്ച ഗാനങ്ങൾക്ക് മിൻഷാദ് സാര സംഗീത സംവിധാനം നിർവഹിച്ചു. പ്രശസ്ത ഗായിക ശ്രുതി ശിവദാസാണ് ഗാനങ്ങൾ ആലപിച്ചത്. ആൽബത്തിന്റെ പിന്നണിയിൽ പ്രവർത്തിച്ചവർക്ക് ചടങ്ങിൽ മൊമെന്റോ നൽകി ആദരിച്ചു. കോലഞ്ചേരി ശ്രീ നാരായണ ഗുരുകുല കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ UAE കൂട്ടായ്മ കുടുംബസംഗമവും സ്റ്റേജ് ഷോയും സംഘടിപ്പിച്ചു. അവിസ് ഓസ്ട്രേലിയ സംഗമം എന്ന പരിപാടിക്ക് പ്രസിഡന്റ് അമീർ സിറാജ് അധ്യക്ഷത വഹിച്ചു. റേഡിയോ അവതാരകനും മാധ്യമപ്രവർത്തകനുമായ അനൂപ് കീച്ചേരി, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സാമൂഹിക പ്രവർത്തകയുമായ ഡോക്ടർ സിജി രവീന്ദ്രൻ, അക്കാഫ് അസോസിയേഷൻ പ്രസിഡന്റ് പോൾ ടി ജോസഫ്, ബോർഡ് അംഗം മച്ചിങ്ങൽ രാധാകൃഷ്ണൻ എന്നിവർ അതിഥികളായി പങ്കെടുത്തു. പ്രോഗ്രാം കൺവീനർ ഷമീർ അക്ബർ പരിപാടിക്ക് നേതൃത്വം നൽകി. ആശാ വർക്കർമാർക്കെതിരെ പ്രതികാര നടപടിയുമായി സർക്കാർ. സെക്രട്ടേറിയറ്റിന് മുൻപിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുടെ വിവരങ്ങൾ ആരോഗ്യവകുപ്പ് ശേഖരിക്കുന്നു. ജില്ലാ മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള ഉദ്യോഗസ്ഥരെ നിയോഗിച്ചാണ് വിവരശേഖരണം. സർക്കാർ സമരക്കാർക്കെതിരെ പ്രതികാര നടപടികൾ കൈക്കൊണ്ടാൽ ധാർമ്മികതയ്ക്കപ്പുറമുള്ള പിന്തുണ നൽകുമെന്നും മുഖ്യമന്ത്രി ക്രൂരനാണെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. ആശമാരായി പണിയെടുത്ത് വർഷം 18ആയിട്ടും ശമ്പളമില്ല, പെൻഷനുമില്ല. സെക്രട്ടേറിയറ്റ് നടയിൽ ആശാവർക്കർമാർ നടത്തുന്ന അനിശ്ചിതകാല സമരം 13ാം ദിനത്തിലേക്ക്. ആശാവർക്കർമാർക്ക് പരസ്യ പിന്തുണയുമായി കോൺഗ്രസ് നേതൃത്വം കൂടി രംഗത്തെത്തിയതോടെ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കുകയാണ് ആശമാർ. ഇതിനിടെ സമരമുഖത്തുള്ള ആശാവർക്കർമാരുടെ വിവരങ്ങൾ ശേഖരിക്കാൻ സർക്കാർ നീക്കം തുടങ്ങിക്കഴിഞ്ഞു. ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർക്കാണ് ഇതിന്റെ ചുമതല. ജില്ലാ മെഡിക്കൽ ഓഫീസർമാരടക്കം വിവരശേഖരണ സംഘത്തിലുണ്ട്. ഗൂഗിൾ ഫോം വഴിയാണ് ആശാവർക്കർമാരുടെ വിവരങ്ങൾ ശേഖരിച്ച് ഉദ്യോഗസ്ഥർ വകുപ്പിന് കൈമാറുന്നത്. ഇതിനായി പ്രത്യേക സംഘം സമരക്കാരെ നേരിട്ടും ഫോണിൽ കൂടിയുമെല്ലാം സമരം ചെയ്യുന്ന ആശമാരെ സമീപിക്കുന്നുണ്ട്. എന്നാൽ ആശാപ്രവർത്തകർക്കെതിരായ സർക്കാരിന്റെ പുതിയ നീക്കത്തെ പ്രതിപക്ഷം ശക്തമായി എതിർക്കുമെന്നും മുഖ്യമന്ത്രി ക്രൂരനാണെന്നും രമേശ് ചെന്നിത്തല. രാവിലെ സമരപ്പന്തലിലെത്തി ആശാവർക്കർമാരെ സന്ദർശിച്ചായിരുന്നു ചെന്നിത്തലയുടെ പ്രതികരണം. 2ാം തവണയാണ് സമരത്തിന് ഐക്യദാർഢ്യമായി മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എത്തുന്നത്. ഇത് വളരെ ക്രൂരമായ നിലപാടാണ് സംസ്ഥാന ഗവൺമെൻറ് എടുക്കുന്നത്. മുഖ്യമന്ത്രി വിചാരിച്ചാൽ 1/2 മണിക്കൂർ കൊണ്ട് തീരേണ്ട ഒരു കാര്യമാണിത്. കാരണം ഇവർ ആവശ്യപ്പെടുന്ന ന്യായമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അവരെ വിളിക്കണം. സമരം 13ാം ദിനത്തിലേക്ക് എത്തി നിൽക്കുമ്പോഴും ആശമാരും ഉറച്ച നിലപാടിൽ തന്നെയാണ്. പങ്കാളിത്തം കണ്ട് അതിൻ്റെ സംഘാടനം കണ്ട് വിളറി പൂണ്ട ഗവൺമെൻറ് നടപടികളുമായിട്ട് അതിനെതിരെയുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. CI2ൻ്റെ നേതാക്കൾ വന്നിട്ട്
അവരുടെ ചില എന്താണ് ആളുകളിലൂടെ നിങ്ങൾ എത്ര പേര് പങ്കെടുത്തുവെന്നും നിങ്ങൾക്ക് ഇനി മുതൽ ജോലിയില്ലെന്നും നിങ്ങളുടെ ജോലി നഷ്ടപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അതേസമയം CPIയും ആശാവർക്കർമാർക്ക് അനുകൂലമായ സമീപനമാണ് എടുത്തിട്ടുള്ളതെന്ന് പ്രഖ്യാപിക്കുമ്പോഴും നേതാക്കളാരും തന്നെ ഇവരെ ബന്ധപ്പെടാൻ തയ്യാറായിട്ടില്ലെന്നതാണ് വസ്തുത. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ആശാ വർക്കർമാരുടെ സമരം എത്രയും വേഗം ഒത്തുതീർപ്പാക്കാൻ മുഖ്യമന്ത്രി ഇടപെടണമെന്ന് CPI നേതാവ് C. ദിവാകരൻ. സംസ്ഥാനത്ത് PSC ആവശ്യമുണ്ടോ എന്ന പഠനം നടത്തണം. പ്രധാനമന്ത്രിയേക്കാൾ ഉയർന്ന ശമ്പളമാണ് PSC അംഗങ്ങൾക്കുള്ളത്. ആശാ വർക്കർമാരുടെ സമരത്തെ എതിർക്കുന്ന ചിലർ PSC ശമ്പള വർധനയെ ന്യായീകരിക്കുകയാണെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. സെക്രട്ടേറിയറ്റ് പടിക്കൽ നടക്കുന്ന ആശാ വർക്കേഴ്സിന്റെ സമരം ഇന്ന് ദേശീയ നിലവാരത്തിലേക്ക് അത് പോയിരിക്കുകയാണ്. വളരെ വേഗം അതിലിടപെട്ട് ഒത്തുതീർപ്പിലെത്തിക്കണമെന്ന് ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ പിണറായി വിജയനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇഷ്ടക്കാർക്ക് ശമ്പളം വാരിക്കോരിക്കൊടുക്കുന്ന വിവാദങ്ങൾക്കിടെ വീണ്ടും കടമെടുക്കാനൊരുങ്ങി സർക്കാർ. 1920 കോടിക്കായി കടപ്പത്രം പുറത്തിറക്കാനുള്ള ലേലം ഫെബ്രുവരി 25 നടക്കും. ഇതോടെ ഈ സാമ്പത്തിക വർഷത്തെ ആകെ കടമെടുപ്പ് 40,920 കോടിയിലേക്ക് എത്തി. അമൃത ന്യൂസ് എക്സ്ക്ലൂസീവ്. ഇഷ്ടക്കാർക്ക് ശമ്പളവും യാത്രാബത്തയും ഒക്കെയായി കോടികൾ നൽകുന്നതിനിടെയാണ് സംസ്ഥാന സർക്കാർ വീണ്ടും കടമാകുന്നത്. 1920 കോടിയാണ് കടപ്പത്രങ്ങൾ പുറത്തിറക്കി സമാഹരിക്കുന്നത്. ഈ മാസം 25-നാണ് കടപ്പത്രം പുറപ്പെടുവിക്കുന്നതിനായുള്ള ലേലം നടക്കുക. റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇക്യുബർ സംവിധാനം ഉപയോഗിച്ചാണ് ലേലം. കടമെടുപ്പ് പൂർത്തിയാക്കുന്നതോടെ സംസ്ഥാനത്തിന്റെ ഈ സാമ്പത്തിക വർഷത്തെ ആകെ കടമെടുപ്പ് 40,920 കോടിയാകും. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ ബജറ്റിൽ പ്രഖ്യാപിച്ച പദ്ധതികൾ 50% വരെ നേരത്തെ വെട്ടിക്കുറച്ചിരുന്നു. വരുമാനമുയർത്താൻ വിവിധ സർവീസ് ഫീസുകൾ കുത്തനെ കൂട്ടുകയും ചെയ്തു. സാധാരണക്കാരനെ ശ്വാസം മുട്ടിപ്പിക്കുന്ന പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നിട്ടും സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വീണ്ടും കടമെടുക്കുന്നത്. ക്ഷേമ പെൻഷൻ പോലും കൃത്യമായി കൊടുക്കാൻ കഴിയാത്ത സാഹചര്യവും ഇന്ന് സംസ്ഥാനത്തുണ്ട്. ഇതിനിടയിൽ സർക്കാർ ഉദ്യോഗസ്ഥർക്കും പെൻഷൻകാർക്കും ലഭിക്കാനുള്ള ആനുകൂല്യങ്ങളും കുടിശ്ശികയാണ്. ഇതിനിടയിലാണ് ഇഷ്ടക്കാർക്ക് വേണ്ടിയുള്ള അധിക ചെലവുകളും. PSC ചെയർമാനും അംഗങ്ങൾക്കും ശമ്പള ഇനത്തിൽ ലക്ഷങ്ങളുടെ വർധനവ്. പ്ലീഡർമാരുടെ ശമ്പളവും കുത്തനെ കൂട്ടിയ സാഹചര്യം. സംസ്ഥാന സർക്കാരിന്റെ ഡൽഹിയിലെ പ്രതിനിധിയായ KV തോമസിന് വിമാനയാത്രയ്ക്കും ലക്ഷങ്ങൾ വകയിരുത്തിയതും സർക്കാർ ഖജനാവിനെ നിലവിൽ വരുത്തിവെച്ചിരിക്കുന്നതും ലക്ഷങ്ങളുടെ ബാധ്യത തന്നെയാണ്. KB ശ്യാമപ്രസാദ്, അമൃത ന്യൂസ്, തിരുവനന്തപുരം. വിചിത്ര നീക്കവുമായി KSRTC മാനേജ്മെന്റ്. പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതിയെന്നും റെഗുലർ ശമ്പള ബില്ലിന്റെ കൂടെ എഴുതരുതെന്നും KSRTC മാനേജ്മെന്റ് ഉത്തരവിറക്കി. പണിമുടക്കിയവരോടുള്ള പ്രതികാര നടപടിയായി ശമ്പളം വൈകിപ്പിക്കാനാണ് നീക്കമെന്നാണ് TDF ഉന്നയിക്കുന്ന ആരോപണം. ശമ്പളം കൃത്യസമയത്ത് നൽകണമെന്നതുൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഫെബ്രുവരി 4-ന് TDF പണിമുടക്കിയത്. ഈ സമരത്തിനെതിരെയാണ് KSRTC മാനേജ്മെന്റിന്റെ വിചിത്ര നടപടി. പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതിയെന്നും റെഗുലർ ശമ്പള ബില്ലിന്റെ കൂടെ എഴുതരുതെന്നുമാണ് KSRTC മാനേജ്മെന്റ് ഇറക്കിയ ഉത്തരവിലുള്ളത്. പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബില്ലുകൾ പ്രത്യേകമായി സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യണമെന്നുമാണ് KSRTC മാനേജ്മെന്റിന്റെ നിർദ്ദേശം. നേരത്തെ സർക്കാർ സമരത്തിന് ഡയസ് നോൺ പ്രഖ്യാപിച്ചിരുന്നു. ഇതിന് പുറമെയാണ് ഇപ്പോൾ 1 മാസത്തെ ശമ്പളം തന്നെ വൈകിപ്പിക്കാനുള്ള നീക്കവും സർക്കുലറിലൂടെ KSRTC നടത്തുന്നതെന്നാണ് ഉയരുന്ന ആരോപണം. KSRTC ജീവനക്കാർ നടത്തിയ പണിമുടക്കിനെതിരെ ശമ്പളം നൽകാതെ പ്രതികാരം ചെയ്യാനുള്ള സർക്കാർ നീക്കം ഉപേക്ഷിക്കണമെന്നാണ് TDF ഉയർത്തുന്ന ആവശ്യം. ഉത്തരവ് പിൻവലിച്ചില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്നും TDF മുന്നറിയിപ്പ് നൽകുന്നു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. CPM കോട്ടയം ജില്ലാ സെക്രട്ടറി AV റസലിന് വിട ചൊല്ലി അക്ഷരനഗരി. ഉച്ചയോടെ റസലിന്റെ മൃതദേഹം കോട്ടയം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ എത്തിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമടക്കം 100 കണക്കിന് നേതാക്കളും വൻ ജനാവലിയും അന്തിമോപചാരമർപ്പിച്ചു. സംസ്കാര ചടങ്ങുകൾ നാളെ ഉച്ചയ്ക്ക് ചങ്ങനാശ്ശേരി തെങ്ങണയിലെ വീട്ടുവളപ്പിൽ നടക്കും. മാർക്സിസ്റ്റ് പാർട്ടിയുടെ കോട്ടയം ജില്ലയിലെ അമരക്കാരനും കോട്ടയത്തിന്റെ രാഷ്ട്രീയ നേതൃനിരയിലെ സജീവ സാന്നിധ്യവുമായിരുന്ന AV റസലിന് അക്ഷരനഗരിയുടെ വികാരനിർഭരമായ യാത്രാമൊഴി. ചെന്നൈയിൽ നിന്നും വിമാനമാർഗം രാവിലെ നെടുമ്പാശ്ശേരിയിലെത്തിച്ച മൃതദേഹം ഉച്ചയ്ക്ക് 12 മണിയോടെ കോട്ടയത്തെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിച്ചു. മന്ത്രി VN വാസവൻ ചെന്നൈ മുതൽ മൃതദേഹത്തെ അനുഗമിച്ചിരുന്നു. വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളടക്കം വൻ ജനാവലിയാണ് പ്രിയപ്പെട്ട നേതാവിന് അന്തിമോപചാരം അർപ്പിക്കാനായി കാത്തുനിന്നത്. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ റസലിന്റെ മൃതദേഹത്തിൽ പാർട്ടി പതാക പുതപ്പിച്ചു.
മുഖ്യമന്ത്രി പിണറായി വിജയൻ പുഷ്പചക്രം സമർപ്പിച്ച് അന്ത്യാഭിവാദ്യം അർപ്പിച്ചു. മന്ത്രിമാരായ വീണ ജോർജ്, റോഷി അഗസ്റ്റിൻ, മുഹമ്മദ് റിയാസ്, എംപിമാരായ ഫ്രാൻസിസ് ജോർജ്, എ റഹീം, MLA-മാരായ MM മണി, സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, ജോബ് മൈക്കിൾ, മോൻസ് ജോസഫ്, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുൻ MPമാരായ തോമസ് ചാഴിക്കാടൻ, PC തോമസ്, ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ, ജില്ലാ പോലീസ് മേധാവി A ഷാഹുൽ ഹമീദ്, രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ അന്തിമോപചാരം അർപ്പിച്ചു. 2.5 മണിക്കൂറോളം നീണ്ട പൊതുദർശനത്തിൽ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ ഇടമുറിയാത്ത ജനപ്രവാഹമായിരുന്നു. ജില്ലാ കമ്മിറ്റി ഓഫീസിലെ പൊതുദർശനത്തിന് ശേഷം മൃതദേഹം വിലാപയാത്രയായി ചങ്ങനാശ്ശേരി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോയി. ഞായറാഴ്ച ഉച്ചയോടെ സംസ്കാര ചടങ്ങുകൾ വീട്ടുവളപ്പിൽ നടക്കും. അമൃത ന്യൂസ്, കോട്ടയം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തഭൂമിയിൽ കുടിൽ കെട്ടി പ്രതിഷേധിക്കാനൊരുങ്ങി ദുരന്തബാധിതർ. പുനരധിവാസ പ്രവർത്തനങ്ങളിൽ സർക്കാർ അലംഭാവം ചൂണ്ടിക്കാട്ടി ദുരന്തബാധിതരുടെ ആക്ഷൻ കമ്മിറ്റിയാണ് പ്രതിഷേധിക്കുന്നത്. കളക്ടറേറ്റിന് മുൻപിൽ ധർണയിരിക്കാനും ദുരന്തബാധിതർ. T. സിദ്ദിഖ് MLA-യുടെ നേതൃത്വത്തിൽ 27-ന് UDF-ന്റെ രാപ്പകൽ സമരവും 28-ന് കളക്ടറേറ്റ് വളയൽ സമരവും സംഘടിപ്പിക്കും. ദുരന്തം നടന്ന് 7 മാസമായിട്ടും പുനരധിവാസത്തിൽ സർക്കാർ നിസ്സംഗത തുടരുന്നുവെന്ന് ആരോപിച്ചാണ് ദുരന്തബാധിതരുടെ ആക്ഷൻ കമ്മിറ്റികളും UDF-ഉം കടുത്ത പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നത്. നാളെ ജനശബ്ദം ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ദുരന്തഭൂമിയിൽ കുടിൽക്കെട്ടി സമരം നടത്തും. ഒരു നിലയിലേക്ക് ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ പോകുന്നുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ആശങ്ക. അതുകൊണ്ട് ഞങ്ങൾ സമരത്തിന് ഇറങ്ങുകയാണ്. നീതിയില്ലെങ്കിൽ നീ തീയാവുക എന്നാണ് വാക്യം. അത് ഞങ്ങൾ പ്രാവർത്തികമാക്കാൻ പോവുകയാണ്. ഇനിയൊന്നും നഷ്ടപ്പെടാനില്ലാത്ത ആളുകൾക്ക് ഇനി എന്ത് നഷ്ടപ്പെടാൻ? എല്ലാം നഷ്ടപ്പെട്ടു പോയവർക്ക് ഇനി എന്ത് നഷ്ടപ്പെടാൻ? അതുകൊണ്ട് ഞങ്ങളൊരു പോരാട്ടത്തിന് ഇറങ്ങിയാണ്. അതേസമയം UDF-ഉം പ്രതിഷേധം കടുപ്പിക്കാനൊരുങ്ങുകയാണ്. സ്ഥലം MLA T. സിദ്ദിഖ് 27-ന് കളക്ടറേറ്റിന് മുന്നിൽ രാപ്പകൽ ഉപവാസമിരിക്കും. 28-ന് UDF കളക്ടറേറ്റ് വളഞ്ഞ് പ്രതിഷേധിക്കും. 27-ാം തീയതി കളക്ടറേറ്റ് പടിക്കൽ രാപ്പകൽ സമരം UDF-ന്റെ നേതൃത്വത്തിൽ വൈകുന്നേരം 3 മണിക്ക് ആരംഭിക്കും. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം 28-ാം തീയതി കളക്ടറേറ്റ് വളയൽ ഉൾപ്പെടെയുള്ള സമരപരിപാടികൾക്ക് UDF നേതൃത്വം കൊടുക്കുക. ദുരന്തബാധിതരായ ആളുകൾ ഇവിടെ എങ്ങനെ ജീവിക്കുന്നു എന്നുപോലും മനസ്സിലാക്കാതെയാണ് സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത്. പുനരധിവാസത്തിനുള്ള പൂർണ്ണ ഗുണഭോക്തൃ പട്ടിക പുറത്തുവിട്ട് വീട് നിർമ്മാണം ആരംഭിക്കുക. കുടുംബങ്ങൾക്ക് 10 സെന്റ് ഭൂമി വീതം നൽകുക. ദുരന്തബാധിതർക്ക് ജോലി നൽകുക. തുടർ ചികിത്സ ലഭ്യമാക്കുക എന്നിവയാണ് ആവശ്യങ്ങൾ. അതേസമയം ഉരുൾപൊട്ടലിൽ വയനാടിനെ കേന്ദ്ര സർക്കാർ അവഗണിച്ചെന്നാരോപിച്ച് 24-നും 25-നും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ LDF-ഉം രാപ്പകൽ സമരമിരിക്കും. അമൃത ന്യൂസ്, വയനാട്. ചികിത്സയോട് പ്രതികരിക്കുന്നുണ്ടെങ്കിലും ഫ്രാൻസിസ് മാർപ്പാപ്പ അപകടനില തരണം ചെയ്തിട്ടില്ലെന്ന് ഡോക്ടർമാർ. ഒരാഴ്ച കൂടി ആശുപത്രിയിൽ തുടരേണ്ടി വരുമെന്ന് ഡോക്ടർമാർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബ്രോങ്കൈറ്റിസിനെ തുടർന്ന് ഫെബ്രുവരി 14-നാണ് മാർപ്പാപ്പയെ റോമിലെ ജമേലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 2 ശ്വാസകോശങ്ങളിലും ന്യൂമോണിയ ബാധിച്ച പോപ്പിന് ആന്റിബയോട്ടിക് ചികിത്സ തുടരുകയാണ്. അദ്ദേഹം സഹപ്രവർത്തകരുമായി സംസാരിച്ചെന്നും എഴുന്നേറ്റിരുന്ന് പ്രഭാത ഭക്ഷണം കഴിച്ചെന്നും വത്തിക്കാൻ പ്രസ്താവനയിൽ പറഞ്ഞു. മരുന്നുകൾ കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഇനിയും സമയമെടുക്കുമെന്നും പൂർണ്ണമായും ഭേദമാകാൻ ഒരാഴ്ച വരെ എടുത്തേക്കാമെന്നും ഡോക്ടർമാർ അറിയിച്ചു. രോഗം മൂർച്ഛിച്ച സാഹചര്യത്തിൽ മാർപ്പാപ്പയുടെ ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കിയിട്ടുണ്ട്. ആശുപത്രിക്ക് മുന്നിൽ പ്രാർത്ഥനയോടെ ആയിരങ്ങളാണ് ഉള്ളത്. കാൽമുട്ടിലെ വേദനയുൾപ്പെടെ ഉള്ളതിനാൽ വീൽചെയർ മാർപ്പാപ്പ ഉപയോഗിച്ചിരുന്നു. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി വലിയ രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഫ്രാൻസിസ് മാർപ്പാപ്പ നേരിട്ടിരുന്നു. 2023-ലും ന്യൂമോണിയ ബാധയെ തുടർന്ന് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. അമേരിക്കയിൽ നിന്നും നാടുകടത്തുന്ന ഇന്ത്യക്കാരെ US നാവിക താവള ഗോണ്ടനാമയിലേക്ക് അയക്കുന്നതിൽ വിയോജിച്ച് ഇന്ത്യ കുടിയേറ്റക്കാരെ ഗോണ്ടനാമയിലേക്ക് അയക്കരുതെന്ന് ആവശ്യപ്പെടും. കുടിയേറ്റക്കാരെ കൊണ്ടുവരാൻ വിമാന കമ്പനികളുമായി ഇന്ത്യ ചർച്ച നടത്തും. കായിക വാർത്തകൾ നോക്കാം. ISL-ൽ കേരള ബ്ലാസ്റ്റേഴ്സിന് തോൽവി. ഗോവയ്ക്കെതിരെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് ബ്ലാസ്റ്റേഴ്സ് തോൽവി വഴങ്ങിയത്. 46-ാം മിനിറ്റിലായിരുന്നു ഗോവയുടെ ആദ്യ ഗോൾ. 73-ാം മിനിറ്റിലെ 2ാം ഗോളിലൂടെ ഗോവ കളിയിൽ ആധിപത്യം ഉറപ്പിച്ചു. വിജയത്തോടെ 42 പോയിന്റുമായി ഗോവ ലീഗിൽ 2ാം സ്ഥാനത്താണ്. കേരളം 10ാം സ്ഥാനത്താണ്. ഇതോടെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് മങ്ങലേറ്റു. പത്തനംതിട്ട ഡിസ്ട്രിക്ട് പ്രീമിയർ ലീഗ് 4ാം സീസൺ ഏപ്രിൽ 6-ാം തീയതി ഷാർജ DC സ്റ്റേഡിയത്തിൽ നടക്കുമെന്ന് സംഘാടകർ അറിയിച്ചു. ക്രിക്കറ്റ് ലീഗിൽ 8ഓളം ടീമുകൾ പങ്കെടുക്കുന്നുണ്ട്. മത്സരങ്ങൾക്കായി വിപുലമായ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ടെന്നും സംഘാടകരായ പത്തനംതിട്ട ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു.
ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം നാളെ ദുബായിൽ. ഇന്ത്യയെ നേരിടാനിറങ്ങുമ്പോൾ പാകിസ്ഥാൻ അഭിമാന പോരാട്ടം മാത്രമല്ല, ജീവൻ മരണ പോരാട്ടം കൂടിയാണ്. ആദ്യ മത്സരം തോറ്റ ആതിഥേയരായ പാകിസ്ഥാൻ നാളെ ഇന്ത്യക്കെതിരെ കൂടി തോറ്റാൽ സെമിയിലെത്താതെ പുറത്താകും. അതേസമയം ആദ്യ മത്സരം ജയിച്ചതിൽ നാളെ പാകിസ്ഥാനെതിരെ തോറ്റാലും അവസാന മത്സരത്തിൽ ന്യൂസിലാൻഡിനെ വീഴ്ത്തിയാൽ ഇന്ത്യക്ക് സെമി സാധ്യതയുണ്ട്. നിലവിലെ ചാമ്പ്യന്മാരായ പാകിസ്ഥാൻ ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡിനോട് 60 റൺസിന്റെ തോൽവി വഴങ്ങിയിരുന്നു. ഇന്ത്യ ആദ്യ മത്സരത്തിൽ ബംഗ്ലാദേശിനെ 6 വിക്കറ്റിനാണ് തകർത്തത്. ഗ്രൂപ്പിൽ നിന്ന് 2 ടീമുകളായാണ് സെമിയിലേക്ക് യോഗ്യത നേടുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.